സാധാരണഗതിയിൽ കേരളത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ അസംബ്ലിയുടെ മുമ്പിലോ സെക്രട്ടേറിയറ്റിന് മുമ്പിലോ ഒക്കെയാണ് സമരം. നമ്മുടെ 19 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. അവർ പാർലമെൻറ്റിൽ പോകുന്നത് പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാനോ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്താനോ അല്ല. അവർ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തിയത് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് പാടിയിട്ടാണ്. വളരെ കൗതുകരമായ കാര്യം, അവിടെ നിന്നുകൊണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിലാണ് 10 ജൻപത് എന്ന ഭവനം ശ്രീമതി സോണിയാഗാന്ധിയുടെ. അവരെന്തുമാത്രം ഉള്ളിൽ ചിരിച്ചു കാണും. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന പാട്ട് പാടിയത് അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും കൂടിയാണ്. ആ രണ്ടുപേരും ബാക്കി 17 UDF മെമ്പിമാരുടെ മുഖത്ത് നോക്കി പരിഹസിക്കുകയല്ലായിരുന്നു. പോറ്റിയെ കയറ്റിയത് അവരാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ സോണിയാഗാന്ധിയുടെ മുമ്പിൽ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ഇത്രയും കാലം ചോദിച്ചിട്ട് ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പോറ്റിക്ക് പെർമിഷൻ കൊടുത്തത് ആരാണ്? ആൻഡോ ആൻ്റണി വാങ്ങിച്ചു കൊടുത്തതാണോ? അടൂർ പ്രകാശ് വാങ്ങിക്കൊടുത്തതാണോ? നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നതാണോ? ഒരു തവണയല്ല 3 തവണ. ഇവിടെ സോണിയാഗാന്ധിയുടെ ആക്ഷേപം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ പങ്കിന് അപ്പുറത്തേക്ക് സോണിയാഗാന്ധിയുടെ വീടിനുള്ളിൽ ഇദ്ദേഹത്തിന് കയറാൻ പറ്റുന്ന ചാൻസ് ഉണ്ടാക്കി കൊടുത്ത 2 പേരെങ്കിലും ഉണ്ട് പ്രത്യക്ഷത്തിൽ. നമ്മുടെ മുമ്പിൽ കണ്ട ചിത്രങ്ങൾ. ആ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആ ഫ്രെയിമിനകത്ത് ഇപ്പോൾ 2025 അല്ലെങ്കിൽ 26 വരെ എന്ന് കൂട്ടിക്കോ, അതുവരെയുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പങ്കാളികളായ ത്രിമൂർത്തികളെന്ന് SIT സസൂക്ഷ്മം വിലയിരുത്തി കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കട്ടവൻ, ഗോവർദ്ധൻ സ്വർണം വിറ്റവൻ, ഭണ്ഡാരി സ്വർണം വാങ്ങിച്ചവൻ, ഈ 3 പേര് ചേരുന്ന ഒരു ഫ്രെയിം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഏത് കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിയത്? 2004 കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MB ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. വളരെ കൃത്യമാണല്ലോ. 2004 കയറിയ ആളെ 2007 വന്ന MB ഗോവിന്ദൻ നായർ എന്ന പ്രസിഡന്റ് അവിടെ പരികർമ്മിയായിട്ട് നിയമിക്കുന്നു. 2007 വന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ അവിടെ കീഴ്ശാന്തിയായിട്ട് നിയമിക്കുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാ ദിവ്യ? ഇവരുടെ ചോദ്യം അതാണല്ലോ, പോറ്റിയെ കയറ്റിയത് ആര്? പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് അല്ലേ? അവിടെ നിന്നുകൊണ്ടല്ലേ പോറ്റി സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ചതും അഴിമതി നടത്തിയതും പ്രസിഡന്റുമാരെ തെറ്റിദ്ധരിപ്പിച്ചതും പല വീടുകളിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയതും എല്ലാം അതിനുശേഷമല്ലേ? അപ്പം നിങ്ങൾ ആ പാട്ട് തിരുത്ത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്നുള്ള പാരടി എഴുതിയ ആളിനോട് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന് പാടേണ്ട പാട്ടിന് പകരം ഇങ്ങനൊരു പാട്ട് അവിടെ പോയി അസംബ്ലിയിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും? പാർലമെന്റിന് മുമ്പിൽ പാടിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ശബരിമലയിൽ ഇനി രണ്ടാമത്തെ പ്രശ്നം, ഒന്നാമത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം വന്നു, അതിൽ പലരും അറസ്റ്റിലായി. SIT തെളിയിക്കട്ടെ. പക്ഷേ അതിനേക്കാൾ വലിയൊരു സംഭവം അവിടെ അതിനു മുമ്പ് നടന്നിരിക്കുന്നു. 2014 MB ഗോവിന്ദൻ നായർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കൊടിമരം മാറ്റാൻ ഒരു തീരുമാനം എടുക്കുന്നു. ആ കൊടിമരം മാറ്റാൻ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കാര്യം എന്താ? കൊടിമരം ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നു, കൊടിമരം ചിതലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, കോൺക്രീറ്റ് കൊടിമരം ചിതലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ദിവ്യ, ഇതെന്തായി ചിതലെന്ന വാക്ക് വരാൻ കാരണം എന്താണെന്നറിയാവോ? ഈ തന്ത്ര സമുച്ചയം എഴുതുന്ന കാലത്ത് അതിൽ മരത്തിൻ്റെ പേരെ പറയൂ, കോൺക്രീറ്റ് എന്ന കോൺസെപ്റ്റ് അന്നില്ല. അതുകൊണ്ട് മരം ചിതലെടുത്താലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ തീരുമാനം എഴുതി വെച്ചപ്പോൾ ഈ കോൺക്രീറ്റ് ചിതലെടുക്കത്തില്ലെന്ന് ഓർക്കാതെ ചിതലിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കൊടിമരം മാറ്റാൻ തീരുമാനിക്കുക. അത്രയും വലിയ മണ്ടത്തരം കാണിച്ചവരാണ് ഇവർ. അങ്ങനെ മാറ്റാൻ തീരുമാനിച്ച കൊടിമരം എന്തിനാ മാറ്റുന്നതെന്നറിയുമോ? ആ കൊടിമരത്തിൻ്റെ മരമാണെങ്കിൽ അവിടെ വെച്ച് അഗ്നിക്കിരയാക്കണം. കോൺക്രീറ്റ് ആയതുകൊണ്ട് പൊളിച്ചു കളയാം. മരമാണെങ്കിൽ അഗ്നിക്കിരയാക്കണം. പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. 11.5 കിലോ ഭാരമുള്ള 5 ലോഹങ്ങൾ അടങ്ങിയ വാജിവാഹനം. അതിൽ 5-1 സ്വർണ്ണമാണ്. എന്ന് പറഞ്ഞാൽ 2 കിലോയിലധികം സ്വർണം അതിൻ്റെ മുകളിലുണ്ട്. ആ സ്വർണം എടുത്തിട്ടാണ് പ്രത്യക്ഷമായി, ബാക്കിയെല്ലാം അന്വേഷണത്തിൽ വരേണ്ടതും കള്ളന്മാർ കൊണ്ടുപോയതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രത്യക്ഷമായി പൊതുജനത്തിൻ്റെ മുമ്പിൽ വെച്ച് ആ 11.5 കിലോ ഉള്ള പഞ്ചലോഹ വിഗ്രഹം കൈമാറുകയാണ്. അവിടെ 2012 ദേവസ്വം ബോർഡ് തീരുമാനമനുസരിച്ച് ഇത്തരം മൂല്യവസ്തുക്കൾ കൈമാറാനേ പാടില്ല. അത് എന്തുകൊണ്ടാണ്? തന്ത്രസമുച്ചയത്തിൽ എന്ത് പറഞ്ഞാലും, തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് വിഗ്രഹത്തിന് വേണ്ടിയാ, വാജിവാഹനമല്ല. എന്നാൽ പറഞ്ഞാലും ആധുനിക കാലത്ത് തന്ത്രസമുച്ചയത്തെ ഉല്ലംഘിക്കേണ്ട പല തീരുമാനം എടുക്കേണ്ടി വരും. അതിലൊന്നാണ് ഇതങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തന്ത്രസമുച്ചയത്തിനകത്ത് ജാതി വ്യവസ്ഥ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ജാതി അനുസരിച്ച് പിന്നാക്ക ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റാതിരുന്നത് ആ ഗ്രന്ഥപ്രകാരമാണ്. പക്ഷെ അത് ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കത്തില്ല. ഭരണഘടന വന്നപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു. അതുപോലെ ഈ വാജിവാഹനം ഇവരുടെ വീടുകളിലേക്ക് കൊടുത്തു വിട്ടുകൂടാ. അഥവാ കൊടുക്കേണ്ടി വന്നാൽ അത് രൂപമാറ്റം വരുത്തണം. അതായത് ലോഹമാണെങ്കിൽ ഉരുക്കി കൊടുക്കണമെന്നാണ്. അങ്ങനെ ഉരുക്കുന്നത് പിന്നെ കൊണ്ടുപോയി പൂജ നടത്താൻ പറ്റത്തില്ല. വാജിവാഹനം
പൊന്മുട്ടയിടുന്ന താറാവായതുകൊണ്ട് അത് രൂപമാറ്റം വരുത്തേണ്ട കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോയി പണമുണ്ടാക്കുന്ന ഒരു വലിയ അഴിമതി ശബരിമലയിൽ 2014 എന്നൊക്കെയാണ് അന്നത്തെ വാദം വരുന്നത്. പക്ഷേ നോക്കൂ, ഇവിടെ സോണിയാഗാന്ധിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കാരണം ആ ഒരു ആരോപണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ, കൈ കഴുകാൻ കഴിയുമോ ശ്രീ പി കെ ഗോപൻ? കാരണം SITയുടെ കസ്റ്റഡിയിലുള്ളത്, അറസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ്. പത്മകുമാർ ഉൾപ്പെടെ, എൻ വാസു ഉൾപ്പെടെ നിങ്ങളുടെ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ജയിലിലുള്ളത്. ഇതുവരെയും ജാമ്യം പോലും കിട്ടിയിട്ടില്ല അവർക്ക്. ഇന്നലെ കോടതിയിൽ നിന്ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, അതുകൊണ്ട് അന്വേഷണം വരെ വഴിതിരിച്ചുവിടാൻ, സാക്ഷികളെ സ്വാധീനിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ ഒക്കെ സാധ്യതയുണ്ടെന്നാണ് കോടതിയുടെ വരെ നിരീക്ഷണം.